نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനിമാരെ അല്ലാഹു സുബ്ഹാനഹു തആല സൂക്ഷിച്ചു ജീവിക്കുന്നു ചൊല്ലു നന്നൊട്ടിക്കും നിങ്ങൾ എല്ലാവരൊട്ടിക്കും വസിയത്താക്കിയിട്ടുള്ള ഉപദേശിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ യഥാർത്ഥ മുഅ്മിനുമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കണം. കൂടെ ഒട്ടികയായതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടികയാവുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എത്രമ നിഅമത്തിലെ മുഖാന്തര ദിക്ർ ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്ത് ഞങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊരിഞ്ഞു തന്നതാണ്. അത് എത്ര നിഅമത്തുണ്ട്, എത്ര അനുഗ്രഹമുണ്ട് ചൊല്ലു നമുക്കാർക്കും കണക്കാക്കാവാത്തത്ര അനുഗ്രഹ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിരിക്കുന്നു. ഈ ഭൂമിക്ക് പണ്ടേക്ക് മുതലേ നമുക്ക് വേണ്ടമായ എല്ലാ സൗകര്യം, നമുക്ക് വേണ്ടതായ എല്ലാ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ ഉണ്ടാക്കി ദിക്ർ അല്ലാഹു ഞങ്ങളുടെ കൊണ്ടുണ്ട്. അതിൽ പിന്നെ അല്ലാഹു ഞങ്ങളെ ബൽത്യോപർമുത്തു എല്ലാ അനുഗ്രഹം തന്നത്തെ അല്ലാഹു ഞങ്ങളുടെ ബൽത്യോപണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം എത്ര ഉണ്ട് ചൊന്തു നമുക്കൊർക്കം കണക്കാക്കുക ആവില്ല ചൊന്തു ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പാട്ടുന്നത് നമുക്ക് കാണുക സാധ്യവും. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ എണ്ണുറാറിട്ട് കണ്ടെങ്കിൽ അത് ഇത്തരമേ ഉള്ളേ ചൊന്തു കണക്കാക്കി വെക്കുക നിങ്ങളെ കൊണ്ട് സാധ്യമില്ല ചൊന്തു അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് നമുക്ക് കാണുക സാധ്യവും. അത്തര അനുഗ്രഹ ദിക്ർ, അത്തര നിഅമത്തെ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തുള്ള മനുഷ്യന്മാർക്ക് മുസ്ലിംകൾക്ക് കിട്ടല്ല, അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു വിഭാഗത്തിൽ കിട്ടല്ല. ലോകത്ത് ജീവിച്ചിട്ടുള്ളതായ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി കൊടുത്ത അനുഗ്രഹ
ಎಲ್ಲಿಗೂ ಸಾಧ್ಯ ಇಲ್ಲ ಚಂತೆ ದಿಕ್ರು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ನನಗೆ ಬಡಿಪಾಟಿ അതിൽപ്പെട്ട ഒരു അനുഗ്രഹം ദിക്ർ എല്ലാത്തന്റെ ഇമ്പോർട്ടൻസ് ആയി എല്ലാത്തന്റെ വലിയ നിഅമത്തായ ഒരു നിഅമത്തെ ദിക്ർ മല ചൊല്ലുന്നത് ശുദ്ധമായ തന്നി ചൊല്ലുന്നത് ഇന്ന് ഞങ്ങളുടെ രാജ്യത്തില് 4-5 നാളുണ്ട് ഭയങ്കരമായിട്ട് മല വന്നുകൊണ്ടു ഈ മലയുടെ വിഷയത്തില് ഈ തന്തിയുടെ വിഷയത്തില് പോസിറ്റീവായിട്ട് തിങ്കാക്കണമെന്നുള്ളതാണ് നെഗറ്റീവായിട്ട് തിങ്കാക്കണമെന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി മലബറുമ്പത്തുകു അല്ലെങ്കിൽ ശുദ്ധമായ തന്നി കിട്ടുമ്പത്തുകു അവನು എന്തിനാക്കുന്നു ആ മലയുടെ വിഷയത്തിൽ അവൻ എങ്ങനെ ആലോചനാക്കുന്നു ആ തന്തിയുടെ വിഷയത്തിൽ അവന്റെ നിലപാട് എന്തായിരിക്കണം ഇതെല്ലാം ഇസ്ലാം നമുക്ക് വഴിപാട്ടിരുന്ന് കാണുവാൻ സാധ്യമാവും അള്ളാഹു തന്റെ നിഅമത്തിൽ അവൻ എന്തിനാക്കുന്നു ചൊല്ല വിഷയ ഖുർആനും ഹദീസും നമുക്ക് വഴിപാട്ടി തന്നു മല ചൊല്ലുന്നത് അതേ ശുദ്ധമായ തന്നി ചൊല്ലുന്നത് അതിന്റെ വിഷയത്തിൽ ഞാൻ ആലോചനാക്കു പോയെങ്കിൽ എന്റെ ലോകത്ത് നിലനിൽക്കുന്നത് ഈ ലോക നിലനിൽക്കുമുള്ള ഒരു കാരണം തന്നി ചൊല്ലത് നിൽക്കുന്നത് അള്ളാഹുടെ തന്നി ഇന്ന സബറു അള്ളാഹുടെ തന്നി ഇവിടെ ഉള്ള സബറ നിൽക്കുന്നത് ജീവ ചൊല്ലി വസ്തു ഇവിടെ നിലനിൽക്കുന്നത് ലോകത്ത് ഇന്ന് ഞങ്ങൾ ഈ ഭൂമിയിൽ 85% തന്നി നിൽക്കുന്നു ചൊല്ല് ശാസ്ത്ര സയൻസ് നമുക്ക് പഠിപ്പാട്ടി വെക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചനാക്കണം 85% ഭൂമിയിൽ തന്നിയാകുമ്പോൾ ബാക്കി 18% മാത്രമേ ഇരിക്കല് ഭൂമി ചൊല്ലുന്നത് നമ്മൾ മനസ്സിലാക്കും അപ്പൊ അത്രയേറെ തന്നി ഈ ദുനിയാവിലുണ്ട് തന്നിക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ഒരു ജീവൻ നിലനിൽക്കേ അത് മാത്രമല്ല ഒരു മനുഷ്യരെ തടിയില് 65% ഒരു മനുഷ്യരെ തടിയില് 100%-ല് 65% തന്നി ഇരിക്കല് ഉള്ളത് ചെന്ന് സയൻസ് നമുക്ക് പഠിപ്പാട്ടുന്നത് കാണുവാൻ സാധ്യവും അല്ലേ 65% തന്നി ഒരു മനുഷ്യരെ തടിയിലുണ്ടു ചൊല്ലിട്ട് നമുക്ക് ശാസ്ത്രം പഠിപ്പാട്ടി തന്നെ അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തന്നിയുടെ വില എത്ര ഒരു തന്നിയുടെ മഹത്വം എത്ര ചൊല്ലു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക സാധ്യവും അല്ലേ അല്ലെ ഒരു മനുഷ്യന് അതേ സയൻസ് ചൊല്ലുന്ന ഒരു മനുഷ്യന് ഫുഡില്ലാണ്ട് 3 വാരത്തോട് ജീവിക്കാം 3 വീക്ക് തോറും ജീവിക്കാം ആയ തന്നില്ലാണ്ട് ഒരു വാര സമയത്ത് ജീവിക്കുക അവിടെ കൊണ്ട് സാധ്യമില്ല ചത്തേക്ക് നമുക്ക് വഴിപാട്ടിട്ടുണ്ട് അപ്പൊ ഇതിലെല്ലാം നമുക്ക് കാണുവാൻ സാധ്യമെന്ന് വെച്ചാൽ തന്നിരെ മഹത്വത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്റെ തന്നിരെ ആ അനുഗ്രഹ ആ നിഅമത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക സാധ്യം അതുകല്ലേ വണ്ട ചൊല്ലെ ആ അത്ഭുതത്തെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചനാക്കുക നിങ്ങൾ ചെല്ലുറേ അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് നിങ്ങൾ വണ്ടയുടെ വിഷയത്തിൽ ആലോചനാക്കില്ലേ ചൊല്ല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടു എന്തൊരു വണ്ടയുടെ വിഷയത്തിൽ ആലോചനാക്കുകയില്ലേ മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം വെച്ചെങ്കിൽ വണ്ട ജീവിക്കരെ മരുഭൂമിയിലെത്തിക്കരുത് അല്ലെ മരുഭൂമി ചൊല്ല ജാഗ തന്നില്ലാത്ത ജാഗ എവിടെയും ഏതോ ഒരു ജാഗയിൽ തന്നി കിട്ടരുത് ആ തന്നി കിട്ടുമ്പോഴത്തേക്ക് വണ്ട 200 ಲೀಟರ್ ವರ್ಕಲೆ 200 ಲೀಟರ್ ಆದರೆ ಆ ಮೊದಲು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಟ್ಯಾಂಕಿಯಾಗಿ ಕೊಡ್ತಿದ್ದಾಯಿತುಲ್ಲೇ ಆ ಮೊದಲು 200 ಲೀಟರ್ ಸ್ಟೋರ್ ಹಾಕಿಬೇಕು ಒಂದು ಗಂಟೆಗೆ ಸಾಧ್ಯ ಅವರು ಚೊಂದೆ ತಿಕ್ಕರು ಸೈನ್ಸ್ ನನಗೆ ಬಡಿಪಾಡ್ರು ಅಪ್ಪ ನೋಕರು ಆದರೆ ಆ ತನ್ನಿ ಸ್ಟೋರ್ ಹಾಕಿಬೇಕು ತಂದಿರೆ ಇಂಪಾರ್ಟೆನ್ಸ್ ಎತ್ತರ ಚೊಂಡದು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಆ ಒಂಟರ ಮುಖಾಂತರ ನನಗೆ ಬಡಿಪಾಡಿ ತಂದವರು ಅಲ್ಲೇ ಅವ ಅತ್ತರ ಬಗ್ಗೆ ಮಹತ್ವದ್ದು ತಂದಿಗೆ ಚೊಲ್ಲ ವಿಷಯ ನಮ್ಮ മനസ്സിലാക്കണം ആ തന്നില്ലാണ്ട് ആയെങ്കിൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുക സാധ്യമില്ലാത്ത അല്ലെ ലോകത്ത് ഫസ്റ്റ് ഒരു ജാഗയിൽ ഒരു ജീവ ഉണ്ടുണ്ട് കണ്ടി ജീവ ഇക്കൊണ്ടുണ്ട് കണ്ടെങ്കിൽ അവിടെ തന്നി വേണം തന്നില്ലാണ്ട് ഒരു ജീവം നിലനിൽക്കുക സാധ്യമില്ല ചെല്ലത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ಅದಕ್ಕೆ ಇದಕ್ಕೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆല തന്നിരെ ಇಂಪಾರ್ಟೆನ್ಸ್ ವಿಷಯ ഖുർആനിൽ എത്രമാ ജാഗയിൽ അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വിഷയം ചൊല്ലുമ്പോൾ തന്നിരെ വിഷയം ചൊല്ലാണ്ട് അല്ലാഹു പോയിട്ടില്ല അല്ലെ ഒരു അനുഗ്രഹം അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കണം ചൊല്ലുമ്പോൾ ആ അല്ലാഹുവിന്റെ ഇബാദത്ത് എന്തിലേക്ക് എടുക്കേ അല്ലാഹുവിന്റെ നിഅമത്ത് ചൊല്ലുന്ന ടൈമിൽ അല്ലാഹു തന്നിരെ വിഷയം ചൊല്ലാണ്ട് പോയിട്ടില്ല ഒന്നാമത്തേതായി അല്ലാഹു സൂറത്തുൽ ബഖറയിൽ നമുക്ക് പഠിപ്പാട്ടേ യാ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും നിങ്ങൾ ഉണ്ടാക്കിയവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധന കरू
والذي خلق الذي اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. നിങ്ങൾക്ക് മുതൽ പോയി കഴിഞ്ഞുപോയ ആൾമാരെ ഉണ്ടാക്കിയവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധന ചെയ്യൂ, നിങ്ങൾ ഇബാദത്ത് എടുക്കൂ. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരും. അതിൽ അല്ലാഹു അവന്റെ നിഅമത്ത് ചൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ സാധ്യമാവും. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിങ്ങൾക്ക് വിശാലമാക്കി തന്ന, ഒരു വിരിപ്പാക്കി തന്ന. അല്ലേ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, അതേ ആകാശത്തെ നിങ്ങൾക്ക് ഒരു സ്ലാബ് ആക്കി തന്ന. വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് തണ്ണീരെ ഇറക്കി തന്ന. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും, ആ തണ്ണീരെ മുഖാന്തര ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പേന്മായ തമറാത്ത്, പേന്മായ സസ്യ, പേന്മായ മര, പേന്മായ ഫ്രൂട്ട്സ്, പേന്മായ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വളർപ്പിച്ചു തന്ന, നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ചന്ത്, ആ തണ്ണീരെ മുഖാന്തര നിങ്ങൾക്ക് തന്ന ചൊത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വഴിപാട്ട് കാണാൻ സാധ്യമാവും. അപ്പൊ തണ്ണീരെ ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് പിടിയാവുന്നു, നമുക്ക് അവിടെ കാണ്ട്, നമുക്ക് അവിടെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴിപാട്ട്. അത് മാത്രമല്ല, അമ്പിയാക്കന്മാര്, നബിമാര് അങ്ങനെ സമൂഹത്തിന് വന്ന് അല്ലാഹുവേ നിഅമത്ത് ചൊല്ലുറവിടെ ഒന്നാമതായി ചൊല്ലുവേ ആകാശത്തിൽ നിന്ന് മല വരപ്പാടി തന്ന ആ അല്ലാഹു ചൊല്ലിക്ക് അമ്പിയാക്കന്മാർ ചൊല്ലുറേ. അല്ലേ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷത്തേക്ക് ദഅവത്താക്കി. 950 വർഷത്തെ ദഅവത്താക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട്ട് ചൊല്ലുറേ, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ആക്കൂ. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, ഔ ഗഫൂറൈ തിക്ര, ഔ എല്ലാ തപ്പുറം മാഫാക്കി തന്നോളൈ തിക്ര. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ആക്കിയെങ്കിൽ അല്ലാഹു അവന്റെ നിഅമത്തിനെ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന. എത്ര നിഅമത്ത്! യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്തിൽ നിന്ന് മല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന, ഭയങ്കര മല നിങ്ങൾക്ക് തന്ന. അതല്ലാഹുവിന്റെ നിഅമത്തെ ദിക്ർ ചൊല്ലു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന് വഴിപാട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമാവും. അതേപോലെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന് മധ്യത്തിൽ ചൊല്ലി, വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, എന്റെ സമൂഹമേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ആക്കി അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ആക്കി മടങ്ങൂ. അങ്ങനെ ഉണ്ടായെങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുവേ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യമാവും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്തിൽ നിന്ന് മല അല്ലാഹു നിങ്ങൾക്ക് ചൊല്ലി തന്ന, അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് മല തന്ന, ഭയങ്കര നിങ്ങൾക്ക് മല തന്ന. എങ്ങനെ ഉണ്ടായെങ്കിൽ അല്ലാഹു നിങ്ങൾ ഇസ്തിഗ്ഫാർ ആക്കി മടങ്ങിയെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കലെങ്കിൽ ചെന്ന് അതേ അമ്പിയാക്കന്മാര് അതേ നബിമാര് ചെന്നത് നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പൊ അല്ലാഹുവിന്റെ നിഅമത്ത് മല ചൊല്ലത് ഭയങ്കര വലിയ നിഅമത്തെ എത്തിക്കല്. ഒരാൾക്കും കൊമ്പറവ് സാധ്യമില്ലാത്തത്, ഒരാൾക്കും തരവ് സാധ്യമില്ലാത്തത്, ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തരവ് സാധ്യമില്ലാത്ത അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശുദ്ധമായ തന്നി, അല്ലെ ശുദ്ധമായ ആ മല, അത് ഭയങ്കര വലിയ അനുഗ്രഹിത്തിക്കല് ചെല്ലത് ഞാൻ മനസ്സിലാക്കണം. ഒരാള് തന്റെ വിഷയത്തിൽ ആചരാക്രാന്തി കണ്ടെങ്കിൽ അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടിച്ചുള്ള വിഷയ ഞങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ മസ്തിഷ്കത്തെ ആഴ്ചനാക്കുക, തന്റെ വിഷയത്തിൽ ആഴ്ചനാക്കുക ഞങ്ങൾ പഠിപ്പാട്ടറ. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന മനുഷ്യന്മാരെ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തും നിങ്ങൾ ആഴ്ചനാക്കില്ലേ മാ തന്റെ വിഷയ എങ്ങനെ തന്നി, അല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കരുതായ തന്റെ വിഷയത്തിൽ നിങ്ങൾ ആഴ്ചനാക്കില്ലേ. കുടിക്കരുതായ തന്നി അല്ലാത്ത കടലുള്ള തന്നിയല്ല, അല്ലെങ്കിൽ തോടില് പോണ്ട് തന്നിയല്ല, അല്ലെ കടലിൽ തന്നുള്ളൂ, കടലിൽ ഉപ്പുല തന്നുള്ളൂ, കുടിക്കുക കുടിക്കുക സാധ്യമില്ല. അതെങ്കിൽ വേറെ ഏതെങ്കിലും തന്റെ വിഷയത്തില അതെന്തുമല്ല, നിങ്ങൾ കുടിക്കുന്ന തന്റെ വിഷയത്തിൽ നിങ്ങൾ ആചരാക്കില്ലേ ചൊല്ലിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കരേ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കരുതായ ശുദ്ധമായിട്ടുള്ള അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറക്കി തന്നതായ ആ ശുദ്ധമായ തന്റെ വിഷയത്തിൽ നിങ്ങൾ ആചരാക്കില്ലേ. അല്ലേ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാ അത് ആകാശത്തിൽ നിന്ന് ഇറക്കരേ അതല്ല നാണ. അല്ലാഹുവിന്റെ ക്വസ്റ്റ്യൻ
അല്ല അള്ളാഹുവിന്റെ ക്വസ്റ്റ്യൻ ഈ ആകാശത്ത് നിന്ന് മല തന്റെ നാണ അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നത് നമുക്ക് കാണാൻ സാധ്യവും. പിന്നെ അല്ലാഹു ചാലഞ്ച് ആഗ്രേ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജ നാണ് ആ മല ആ ആകാശത്ത് നിന്ന് ശുദ്ധമായ തന്നിനിക്ക് തണ്ടണ്ട് കണ്ടെങ്കിൽ അത് നാ ബിയർക്കിരണ്ടായെങ്കിൽ ലൗ നശാഉ നാ ബിയർക്കിരണ്ടെങ്കിൽ ലജഅൽനാഹു ഉജാജ അതിലെ ഉപ്പ് തന്നെയാക്കുക നണ്ടുകൊണ്ട് സാധ്യവും. അതിലെ ഉപ്പ് തന്നെയാക്കുക നണ്ടുകൊണ്ട് സാധ്യവും. നിങ്ങക്ക് കുടിക്കുവാത്ത രൂപത്തില് ഉപ്പുരെ തന്നെയാക്കിട്ട് വിടകൂ നണ്ടുകൊണ്ട് സാധ്യവും. നാ ബിയർക്കിരണ്ട് കണ്ടെങ്കിൽ ഫലൗലാ തഷ്കുറൂൻ ആയിക്കും നിങ്ങൾ ശുക്ർ കാട്ടില്ലല്ലേ, ആയിക്കും നിങ്ങൾ നന്ദി കാട്ടില്ലല്ലേ ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പഠിപ്പാട്ടുന്നത് കാണുക സാധ്യവും. അല്ലേ ഞങ്ങൾ ആലോചനാക്കി നോക്കൂ. അല്ലാഹു നമുക്ക് തന്നെ കടലിൽ തന്നിട്ട് എന്തേ ഒരു ഫായദ ഉണ്ടാവും? ആർക്കെയും കുടിക്കുകയാവില്ല, എന്നും കുടിക്കുകയാവില്ല. അല്ലെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മലരെ നിപ്പാട്ടെങ്കിൽ ആ അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ മലരെ അല്ലാഹു സ്റ്റോപ്പ് ആക്കിയെങ്കിൽ അല്ലെങ്കിൽ ആ മല സമയത്ത് ഉപ്പുര തന്നെയായെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തിന്? ഞങ്ങളുടെ അവസ്ഥ എന്തിന്? അത് സമയത്ത് നമുക്ക് കുടിക്കുകയായില്ല എന്ന് കണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തിനാവും? അതേ അല്ലാഹു സുബ്ഹാനഹു തആല ആഴ്ചനാക്കുക ചൊല്ലി അതെ ആ മലരെ തന്നിര നമുക്ക് ഉപ്പുര തന്നെയാക്കുക സാധ്യല്ല എന്നല്ല നാ വിചാരിക്കുന്നത് കണ്ടെങ്കിൽ അതും ഉപ്പുര തന്നെയാക്കുക നല്ലകൊണ്ട് സാധ്യമാവും. ആയെങ്കിലും നിങ്ങൾ നന്ദി കാട്ടില്ലല്ലേ, ശുക്ർ കാട്ടില്ലല്ലേ ചൊത്തു അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് നമുക്ക് കാണുക സാധ്യമാവും. അതുകല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലരെ ഒരു തന്നിരെ മുക്കിൽ നിങ്ങൾ തന്നിരെ ഒരു ഗ്ലാസ്സിൽ തന്നി കുടിക്കാൻ കണ്ടെങ്കിൽ ആ തന്നി കുടിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ചൊത്തു ഒരാൾ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ അതേ തിക്ര അല്ലാഹു എല്ലാ തട്ടിയാണ് ഇഷ്ട, അതേ തിക്ര അല്ലാഹു എല്ലാ തട്ടി പിർസ ആ പിർസ ഞങ്ങൾ അല്ലാഹുവിന്റെ പിർസത്തെ ആളുണ്ടാവുന്നുണ്ടായെങ്കിൽ അല്ലാഹുവിന് ഞങ്ങളുടെ മേൽ ഇഷ്ടാവുന്നുണ്ട് കണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തന്നി കുടിക്കുമ്പോൾ സമയത്ത് അൽഹംദുലില്ലാഹ് ചൊത്തു കുടിക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. അല്ലെ ആ തന്നിന്റെ വിഷയത്തിൽ ഞങ്ങൾ ആലോചനാക്കണം. ആ തന്നി ചൊല്ലത് അല്ലാഹു നമുക്ക് തന്നിലേക്ക് സയൻസ് ചൊല്ലരെ തന്നിയാവരെ H2O ചൊല്ലലേക്ക് തന്നിരെ മൂലങ്ങൾ ചൊല്ലിക്ക് H2O ചൊല്ലിക്ക് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേരുമ്പോഴത്തേക്ക് തന്നിയാവരെ ചൊല്ലിക്ക് സയൻസ് പഠിപ്പാട്ട് എന്തിരെ ഹൈഡ്രജൻ ചെന്നെങ്കിൽ ഹൈഡ്രജൻ ചെന്നെങ്കിൽ തീ ആകൃതായ സാമന ഇത്തിക്കുന്ന ഹൈഡ്രജൻ ഇത് രണ്ട് ഹൈഡ്രജൻ പിന്നെ ഒരു ഓക്സിജൻ ചെന്നെങ്കിൽ കത്തുകു സഹായാകൃത സാമന ഇത് രണ്ടും കൂടുമ്പോഴത്തേക്ക് നേരായിട്ട് എന്തിനാവണായി ഒരു സ്ഫോಟ അല്ലെ ഒരു ഭയങ്കര വലിയ തീ സ്ഫോಟ ആവുന്നത് ബട്ട് ഇവിടെ ആവുന്നത് തന്നി എത്തിക്കരുത് അല്ലെ തന്നി എത്തിക്കാവുണ്ടാവണ്ടേ അത് ഭയങ്കരമായിട്ട് നാം ആലോചനാക്കുന്ന വിഷയം അത് അല്ലാഹുവിന്റെ അത്ഭുതം എത്തിക്കരുത്, അത് അല്ലാഹുവിന്റെ മിറാക്കിൾ എത്തിക്കരുത്. ആ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേരുമ്പോ നേരായിട്ട് സ്ഫോಟ ആവണായത് തന്നിയാവൂലെ ചൊന്നെങ്കിൽ അത് അത്ഭുതമല്ലേ, അത് ആശ്ചര്യമല്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെ ഒരു ലെവൽ വെച്ചിടാം. ആ ലെവലില് തന്നിയാവും, ആ ലെവൽ കടന്നെങ്കിൽ അത് തീയാവും. തന്നി ആ ലെവല് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ലെവല് ആ ലെവലിൽ കടന്നെങ്കിൽ ആ ബൗണ്ടറി കടന്നെങ്കിൽ അത് തീയാവും. അല്ലെ അതുക്കല്ലേ ഖിയാമത്ത് നാളില് കടലിൽ തീ പിടിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് സൂറത്തുൽ കുബിറത്തും അല്ലാഹു ചൊല്ലറ സൂറത്തുൽ ഇൻഫിതാറും ചൊല്ലറ അല്ലെ കടലിൽ തീ പിടിക്കലേ ഒരു നാള് അതിന്റെ ലെവൽ തപ്പുറു ആ ഹൈഡ്രജനും ഓക്സിജനും ലെവൽ തപ്പിയപ്പ അത് തീ പിടിക്കല് ശക്തമായിട്ട് ഇപ്പൊ കടലില് ശക്തമായിട്ട് ഗട്ടിയായിട്ട് ഒരു പാറക്കല്ല് കളിക്കുമ്പോ അവർ തീ പാറുന്നു അതിന്റെ ആ ഒരു ഇത് അല്ലാഹു സുബ്ഹാനഹു തആല ലെവൽ അവിടെ കൺട്രോൾ ആക്കി വെച്ചതാ. ആ ലെവൽ തപ്പിയെങ്കിൽ അത് തീയാവും. അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു വിഷയ അതെ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടുമ്പോ ഈ തന്നിന്റെ വിഷയത്തിൽ നാം കാഴ്ചനാക്കു ചൊല്ലുമ്പോ അത് ഗൗരവമായിട്ട് നാം കാഴ്ചനാക്കുന്നു. അല്ലാഹു നമുക്ക് തന്റെ ഈ ഞങ്ങൾ താഴ്ചിട്ട് ഞങ്ങളെ തൊണ്ടര പസടങ്ങുമ്പോ ഞങ്ങളെ തൊണ്ടര പസ വരുമ്പോ ആ ഒരു ഗ്ലാസ്സിൽ കുടിക്കുന്ന തന്നി അത് ഭയങ്കര വലിയ റഹാത്ത് തന്റെ ഒരു വിഷയം അല്ലെ തന്നിനെ പോലെ ഒന്നും നമുക്ക് കുടിക്കാൻ സാധ്യമില്ല. ഒരു റഹാത്തും വേറെ ഏതും നമുക്ക് തന്നില്ല. ഒരു തായ്ക്ക് ഒരാൾ ജ്യൂസ്
കുടിച്ചെങ്കിൽ അതത്ര എന്താവില്ല, മയാവില്ല. അല്ലെങ്കിൽ വേറെന്തിനെ കുറിച്ചെങ്കിൽ അതെത്ര മയാവില്ല. തന്നിര പോലെ ഒർക്കും സാധ്യമില്ല. അതേറ്റിക്കൽ അള്ളാഹുവിന്റെ മഹത്തരമായിട്ടുള്ള തന്നി ചൊല്ല വിഷയ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ തന്നി ആറ് തന്നെ? അള്ളാഹു തന്നെ. അള്ളാഹു നമുക്ക് ഇറക്കി തന്നെ. ആ അള്ളാഹുക്ക് ഞങ്ങൾ ശുക്റാക്കുന്നു. ആയക കുതുബിയത്തിലും അതേപോലെ നാരിയ സ്വലാത്തിലും അല്ലെ എന്തിനു ചെല്ല് വയുസ്തസ്ഖാ ബിവജ്ഹിൽ കരീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തര നമുക്ക് തന്നി കിട്ടിയ സ്വത്തേക്ക് നാരിയ സ്വലാത്തിലും അതേപോലെ കുതുബിയത്തിലും നമുക്ക് കാണാൻ സാധ്യത. അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ ആചരണാക്കുന്നു അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തര അല്ലെ മൊയ്തീൻ ശേഖര മുഖാന്തര തന്നി കിട്ടിയ ചൊല്ല് പാടുമ്പോൾ എത്ര വലിയ ശിർക്കൈക്കുന്നത്, എത്ര വലിയ അല്ലാഹുവിന്റെ ആക്ര പാപൈതികൾ അല്ലാഹുവിന് കൊടുക്കുന്നതായ ശരീക്കൈതികൾ ചൊല്ല വിഷയ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുന്നു. നഊദു ബില്ലാഹ് നമ്മൾ ഒർക്കും അങ്ങനെ ചൊല്ലുക തീരാ. അല്ലാഹു തന്റെ തന്നിലെ അല്ലാഹു തന്റെ ചൊല്ല് വിചാരിച്ചിട്ട് അല്ലാഹുവിന് ശുക്റാക്കണം. അതല്ലാണ്ട് വേറെ ആർക്കും ആവുക തീരാ. മക്കത്തെ മുശ്രിക്കുകളെ വെട്ടിയ സമയത്ത് ആറ് തന്നിരന്റെ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മലവെപ്പാട്ട് ആറ് ചൊല്ലി കേട്ടപ്പ ആ സമയത്ത് ചൊല്ലുന്നേ അല്ലാഹു ചൊല്ലിട്ടിക്കറി അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ നബിയെ വലയിൻ സഅൽതഹും ആ മക്കത്തെ മുശ്രിക്കുകളെ വെട്ടിയ നിങ്ങൾ കേട്ടു നോക്കൂ. മൻ നസ്സല മിനസ് സമാഇ മാഅ ആകാശത്ത് നിന്ന് മലവെപ്പാട്ട് ആറ്, ആകാശത്ത് നിന്ന് തന്നിരണ്ടവൻ ആറ് ഫഅഹ്യാ ബിൽ അർള മിൻ ബാദി മൗതിഹാ മർച്ചയിൽ പിന്നെ അതിനെ ജീമാക്കരെ ആ തന്നിര മുഖാന്തര ജീമാക്കരെ ആറ് ചൊല്ലുന്ന നബിയെ നീ അമൾട്ടിയെ കേട്ടെങ്കിൽ നിങ്ങൾ അമൾട്ടി കേട്ടെങ്കിൽ ആർക്കിയ മക്കത്തെ മുശ്രിക്കിനെ വേണ്ടി കേട്ടെങ്കിൽ ലയഖൂലുന്ന അങ്ങ് ചൊല്ലാറ്. എന്തിനെ ചൊല്ലാറ്? ലാത്ത ചന്തല്ല, ഉസ്സ ചന്തല്ല, മനാത്ത ചന്തല്ല ചൊല്ലില്ല. ലയഖൂലുന്ന അല്ലാഹ് അങ്ങ് ചൊല്ലാറ് അല്ലാഹു. അല്ലാഹു നമുക്ക് തന്നിരണ്ടേ, അല്ലാഹു ആകാശത്ത് നിന്ന് മല തന്നെ ചെന്ന് മക്കത്തെ മുശ്രിക്കുകളുടെ സമയത്ത് ചൊല്ലുറാറ്. ഖുൽ നബിയെ ചൊല്ലു അൽഹംദുലില്ലാഹ് അല്ലാഹു സർവസ്തുതി ചൊല്ലു നിങ്ങൾ ചൊല്ലു നബിയെ. അല്ലേ ബൽ അക്തറുഹും ലാ യഅഖിലൂൻ ബട്ട് അകലെ കൂട്ടത്തിൽ ചമ്മത്ത ആൾമാർ ബുദ്ധിയില്ലാത്ത ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടത്തെ കാണാൻ സാധ്യം. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകളുടെ സമയത്ത് ആകാശത്തിൽ നിന്ന് മല വരപ്പാട്ട് ആറി ചെന്ന് കേൾക്കുമ്പോൾ അങ്ങ് ചൊന്നു ഇന്ന് അല്ലാഹു ആയ ഇന്നത്തെ സമൂഹം ഇന്നത്തെ ഞങ്ങളുടെ കൗമും ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട് കുറേ വിഭാഗ ആൾമാര് അങ്ങനെ നാരിയ സ്വലാത്തും അതേപോലെ കുതുബിയത്തും ഓതുമ്പോൾ മൊയ്തീൻ ശേഖും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തര തന്നി കിട്ടേ അവർ പാട്ടേ ചെന്ന് ചൊല്ലുമ്പോൾ എത്ര വലിയ ശിർക്കൈതിക്കറ്, എത്ര വലിയ പാപൈതിക്കറ് എന്ന് ചൊല്ലിയ വിഷയ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. തീരാ നമുക്ക് അല്ലാഹുവിനെ തന്നല്ലേ ആ അല്ലാഹുവിനെ നമ്മൾ ശുക്റാക്കണം, ആ അല്ലാഹുവിനെ നമ്മൾ ശുക്ർ കാട്ടണം. അതേ തിക്കറും നമ്മൾ മനസ്സിലാക്കണായി. അതേ നമുക്ക് എല്ലാ അനുഗ്രഹം ചൊല്ലിക്കൊണ്ടവനായ ആ റബ്ബുവിനെ നമ്മൾ ശുക്റാക്കിയിട്ട് ഇബാദത്താക്കിയിട്ട് ആ തന്നിന്റെ വിഷയത്തിൽ നമ്മൾ പറയാട്ടെ ഇതെന്തൊരു മലമാവ, ഇതെന്തൊരു കഷ്ടമാവ, ഇതെന്തൊരു അവസ്ഥമാവ ചെന്ന് നമ്മൾ ചൊല്ലാട്ടെ. നമുക്ക് എത്ര നുക്സാനെങ്കിലും നമുക്ക് എത്ര കഷ്ടമെന്നെങ്കിലും അല്ലാഹുവിന്റെ നിഅമത്തെ തിക്രീത്, അല്ലാഹുവിന്റെ അനുഗ്രഹം തിക്രീത് തന്നി കിട്ടാത്ത എത്ര എത്ര ആൾമാർ, തന്നി കിട്ടാണ്ട് പോയി എത്ര എത്ര ആൾമാർ, എത്ര എത്ര റായത്തമുള്ളാറ് അങ്ക് വേണ്ടി ദുആർക്കും. അതേപോലെ നമുക്ക് അല്ലാഹു തന്നി തന്ന് അൽഹംദുലില്ലാഹ് ചൊല്ല് ചൊല്ലവും ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. അതെ നമുക്ക് മല കണ്ട ടൈമിലും ചിലപ്പ ആ മല വർഷന ഞങ്ങൾക്ക് അപകടമാവുകയും ആ ടൈമുള്ള നിദ്രാക്കണം അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ ചൊല്ല് നമ്മൾ ദുആർക്കണം. അതേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മലയാളമുത്തുകു അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. അതെ അങ്ങനെ നമ്മൾ ദുആർക്കും പഠിക്കണം. അല്ലാണ്ട് അതിനെ ശപിക്കരമ അതിനെ അതിന്റെ ലാനത്തിക്കരമ ഉറക്കത്തും ഒരു മുസ്ലിം തീരാ ചൊല്ലിയിരിക്കുന്ന മനസ്സിലാക്കണായി. അല്ലെ നമുക്ക് ഇവിടെയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുതുബാക്കി ഇരിക്കുന്ന ടൈമിലു അതേ മദീനത്തില് ഒരു മലില്ലാത്ത ഒരു ടൈം വന്ന് മലില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബാക്കി ഇരിക്കുന്ന ടൈമിലു ഒരാൾ വന്ന് നബിയോട് നബിയെ മലില്ല മലക്ക് ദ്വാർക്കുന്നു ഞങ്ങളെ അതേ നാൽക്കാലിയല്ല ചത്തുപോയിട്ടുണ്ടു, അതേപോലെ ഞങ്ങളെ കൃഷിയല്ല നാശായിട്ടുള്ളൂ നബിയെ മലക്ക് വേണ്ടി ദ്വാർക്കുന്നു ചോദിച്ചെന്നപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിൽ കൈവെച്ചിട്ട് അല്ലാഹുവിനോട് ദ്വാർക്കർ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മല തരണേ, അല്ലാഹുവേ മലത ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ദ്വാർക്കിട്ട് നമുക്ക് കാണാൻ സാധ്യമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാർന്നപ്പനെ ആ ദുആ തീരേക്ക് മുതലേ ആകാശത്ത് മോഴ ബന്ദ് ഇടി ചിമ്മിട്ടിട്ട് അതേ
ഭയങ്കരമായിട്ട് മലവത്ത് ചെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാവും അല്ലെ. ഭയങ്കരമായിട്ട് മലവത്ത് ആ മല ഒരു വാരത്തോലിന്ത് പിറ്റേ നെക്സ്റ്റ് കുത്തുബല് അതേ ആള് വന്ന് ചൊല്ല നബിയെ മലയാറയിത്ത് നബിയെ മലയാറയിത്ത് ഞങ്ങളെ ഔന്തര സാമനല്ല ഒലിയുകൊണ്ട് സ്റ്റാർട്ട് ആയിട്ട് അങ്ങനെ സബലു നിങ്ങൾ മലവിപ്പാട്ട് പോയിട്ട് ദുആർപ്പെടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിൽ കൈവീട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് മലമയോ ഇതിലെ ചുറ്റുഭാഗത്തുള്ള നായകരും ഈ മലകൾക്ക് റബ്ബാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പൊ ആ മല മല വന്നില്ലാണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അതേപോലെ മല യാറെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ശുക്റാക്കിയിട്ട് മുട്ടത്തുള്ള രായത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇതേക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ. അല്ലാണ്ട് മലരെ ശപിക്കുക മലരെ ദൂരക ഒരിക്കും ഒരു മുസ്ലിംക്ക് തീരാ അള്ളാഹുവിന് ശുക്റാക്കി ജീവിക്കണം ചൊല്ലതേക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ. ആ ഒരു രീതി ആ ഒരു സ്വഭാവം ഞങ്ങളുടെ ഇരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നിങ്ങൾക്ക് അല്ലാഹുവേ സൂക്ഷിച്ചു ജീവിക്കണം ചൊല്ലു വസിയത്താക്കിയിട്ടുള്ള ഉപദേശിച്ചിട്ടുള്ള അല്ലാഹു അക്ബർ. സഹോദരന്മാരെ ചൊല്ലപ്പെട്ട വിഷയം മല ചൊല്ലത് അല്ലാഹുവെ അനുഗ്രഹിക്കുക. ആ അനുഗ്രഹത്തിന് നമ്മൾ ശുക്റാക്കിയിട്ട് ജീവിക്കണം. അല്ലാണ്ട് അതിലെ ദൂരമ അതിലെ ശപിക്കരമ ഒരവസ്ഥ ഒരു മുഅ്മിനിക്ക് കൂടിയാണ്. കുറെ ആൾമാര് മലബന്ധ സാധ്യത ഇങ്ങനെ പേരില്ല. എങ്ങനെ ഇയാളുടെ വർക്കത്ത് കൊണ്ടു നമുക്ക് മല കിട്ടി. ഇന്ന ഇന്നാളെ ഇന്ന ശൈഖരെ ഇന്ന തങ്ങന്മാരെ മുഖാന്തര എത്തിക്കരെ നമുക്ക് മല കിട്ടിയേ അല്ലെ. അങ്ങനത്തെ വിശ്വാസം കുറെ ആൾമാർ വഹിക്കില്ല. അങ്ങനെ വിഷയത്തിൽ എന്ത് ഇസ്ലാമിലെ നിലപാടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാ ബദ്ർ യുദ്ധ നടക്കരെ ആ ഒരു ടൈമിലു ബദ്ർ യുദ്ധ നടക്കരേക്ക് മുന്നോട്ടണ്ട് ജാവുക ആ ജാഗയിൽ മല വന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലയിട്ട് കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് സുബൈ നിസ്കാരം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വിളിച്ച് കേൾക്കേ ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും നിങ്ങൾക്ക് പിടിയുണ്ടാ നിങ്ങളെ റബ്ബ് എന്തിനെ ചൊല്ലിയിട്ട് നിങ്ങളെ റബ്ബ് എന്തിനെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് പിടിയുണ്ടാ ഖാലു. അപ്പൊ സഹാബികൾ ചൊല്ലി അല്ലാഹു റസൂലു അലൈഹി നിങ്ങൾക്ക് പിടിയില്ല നബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നിങ്ങളെ റബ്ബ് ചൊല്ലുന്നു. അതായത് അല്ലാഹു ചൊല്ലുന്നു അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ. ഇത് കുറെ ആൾമാർ സുബയായാൽ എങ്ങനെ സുബയായ ചെന്നെങ്കിൽ കുറെ ആൾമാർ മുഅ്മിനായാൽ കുറെ ആൾമാർ കാഫിറായാൽ കുറെ ആൾമാർ മുഅ്മിനായാൽ കുറെ ആൾമാർ കാഫിറായാൽ ആ മുഅ്മിനായ فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي وكافر بالكوكب. ആരിങ്ങനെ ചൊന്നാൽ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടിട്ട് അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടിട്ട് നമുക്ക് മല കിട്ടി ചെന്നങ്ങ ഫദാലിക ഹുവ മുഅ്മിൻ അവൻ നമ്മുടെ മേൽ വിശ്വാസം വെച്ചു അവൻ മുഅ്മിനായ വകാഫിറുൻ ബിൽ കൗകബ് അതേ നക്ഷത്രത്തിന്റെ മേൽ അവൻ കാഫിറായ. അതായത് നക്ഷത്രത്തെ നിഷേധിച്ചു പ്രിയമാർ നക്ഷത്രത്തെ നക്ഷത്രത്തെ മുഖാന്തരം നമുക്ക് മല കിട്ടിയില്ല. അപ്പൊ അങ്ങനത്തെ ആ നക്ഷത്രത്തെ വിഷയത്തിൽ അവൻ കാഫിറായ നന്റെ മേൽ അവൻ വിശ്വാസം വെച്ചാൽ ഇന്ന ആല മുഖാന്തര ഇന്ന നക്ഷത്രത്തെ മുഖാന്തര നമുക്ക് മല കിട്ടിലെ ചെന്നങ്ങ ഫദാലിക കാഫിറുൻ ബി അവൻ നന്റെ മേൽ കാഫിറായ വമുഅ്മിനുൻ ബിൽ കൗകബ് അവൻ നക്ഷത്രത്തെ മേൽ മുഅ്മിനായ അവൻ നക്ഷത്രത്തെ മേൽ വിശ്വാസം വെച്ച. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് നമുക്ക് കാണാൻ സാധ്യം അല്ലേ. ഒരാളെ ബർക്കത്ത് കൊണ്ടിട്ടാ ഒരാളെ മുഖാന്തരമ മല വണ്ടില്ല. അല്ലാഹു തീരുമാനാക്കിയോടെ എനിക്ക് മല വണ്ടേ. അല്ലാഹു എത്ര തീരുമാനം അല്ലാഹു എങ്ങനെ നമുക്ക് ബർപ്പാട്ട് ഉപയോഗിക്കാനാണ്. അതേപോലെ അവന്റെ റഹ്മത്തിന്റെ മുഖാന്തര അവന്റെ ഫദ്ലിന്റെ മുഖാന്തര എത്തിക്കേ നമുക്ക് മല കിട്ടേ. അല്ലാണ്ട് ഒരാൾ കൊണ്ടുപോയിട്ട് മൂത്രവീഴ്ച സകുല അല്ലെങ്കിൽ വേറെ രീതിയില ഒരാളും അങ്ങനെ മല കിട്ടുന്നത് ഓർക്കും ഉപയോഗിക്കുകയില്ല അല്ലെ. ഒരാൾ വന്ന് ദ്വാരസകുല അങ്ങനത്തെ ഒരു വിശ്വാസ അല്ലെങ്കിൽ ഒരാൾ വന്ന് അവന്റെ ബർക്കത്ത് കൊണ്ടിട്ട അവന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടിട്ട നമുക്ക് അങ്ങനെ മല കിട്ടുന്ന വിഷയ
അങ്ങനെ മണി കിട്ടില്ല എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മുഖാന്തര അള്ളാഹു തീരുമാനാക്കിയ മുഖാന്തര ദിക്റ് നമുക്ക് മലവണ്ടേ മലക്ക് വേണ്ടിയിട്ട് ദുആർക്ക് കുറിച്ചുള്ള അതേ ദിക്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സഹാബി വന്ന് ചൊല്ലേ നബിയെ നമുക്ക് വേണ്ടി നിങ്ങൾ മലക്ക് വേണ്ടി ദുആർക്കും അത് നമുക്ക് എന്താക്കാം ഒരാളുടെ നമുക്ക് ചൊല്ലാം നിങ്ങൾ മലക്ക് വേണ്ടി ദുആർക്കും ചൊല്ലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദുആർക്കും ചൊല്ലും നമുക്ക് ചൊല്ലാം അതല്ലാണ്ട് അയാളെ ബർക്കത്ത് കൊണ്ടിട്ട അയാളെ ഹക്ക് ജാ കൊണ്ടിട്ട കിട്ടിയേ ചൊല്ല വിഷയം ഞങ്ങൾ അങ്ങനെ ചൊല്ലുക അതേ ദിക്റ് മുഅ്മിന്റെ നിലപാട് ചൊല്ലുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ വേറൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ലാ തസുബ്ബു ദഹറ ഒരു കാലത്തും നിങ്ങൾ ആക്ഷേപിക്കുക ഒരു കാലത്തും നിങ്ങൾ എന്താക്കുക അതിനെ ശപിക്കുക. കാരണം അള്ളാഹു കാല ചൊല്ലത് അള്ളാഹു അല്ലെങ്കിൽ കാലത്ത് ഉണ്ടാക്കിയ അള്ളാഹു. അപ്പൊ ഇന്ന ടൈമിൽ മഴ പറഞ്ഞു, ഇന്ന ടൈമിൽ വെയിൽ പറഞ്ഞു, ഇന്ന ടൈമിൽ ചരിയാവണം, ഇതെല്ലാം അള്ളാഹു തീരുമാനം ചെയ്യും. അപ്പൊ അങ്ങനെ ആ കാലത്തെ നിങ്ങൾ ശപിച്ചാണ്ട് കണ്ടെങ്കിൽ എന്തൊരു മലഭാവം, ഇതെന്തൊരു കഷ്ടഭാവം ചൊല്ല് തങ്ങ അങ്ങനെ ശപിച്ചാണ്ടായെങ്കിൽ അത് അള്ളാഹുവിനെ ശപിച്ച പോലെ, അത് അള്ളാഹുവിനെ ദൂരെ പോലെ, അത് അള്ളാഹുക്ക് ലാനത്തിട്ട പോലെ. നഊദു ബില്ലാഹ്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് കൂട്ടിയ. അപ്പൊ അള്ളാഹു തന്നെ ഞങ്ങൾ എടുക്കണം, അള്ളാഹുക്ക് ഞങ്ങൾ ശുക്രാക്കണം, അതേ തിക്കണം. ഒരു മുസ്ലിമിന്റെ നിലപാട് ആ ഒരു വിഷയം ഞങ്ങൾ ഗൗരവമായിട്ട് അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പുര അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാപ്പാക്കി തരും. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗത്തിലുള്ള ആൾമാർ രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതേപോലെ ഒരാൾക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങളെ സ്ഥലത്തിലെ പ്രവർത്തകരെ ഒരു അപ്പ അയാളുടെ അപ്പ അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നത്. അങ്ങനെ സമയത്ത് അയാൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ദുആർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കണം. അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കണം. അയാളുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം ശാന്തി കൊടുക്കണം. അള്ളാഹു അയാളുടെ പല ആരോഗ്യത്തിൽ പുറപ്പെട്ട പോലെ അള്ളാഹു തൗഫീഖ് കൊടുക്കണം. അള്ളാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കഷ്ടത്തിലുള്ള ആൾമാരുടെ കഷ്ടത്തെ ഇല്ലാണ്ടാക്കണം. അള്ളാഹുവെ ഞങ്ങൾക്ക് തപ്പരെ നിങ്ങൾക്ക് മാപ്പാക്കി തരണം. അള്ളാഹുവെ ഞങ്ങളുടെ ആഖിറത്ത് നീ സലാമത്താക്കി അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ആഖിറത്ത് നീ വെളിച്ചാക്കി റബ്ബേ. അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ സ്വർഗ്ഗത്തിലാക്കി അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.